ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ IT സമുച്ചയങ്ങളിലൊന്നായി ലുലു IT ട്വിൻ ടവർ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 500 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനവും ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നടത്തി. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിൽ കടമ്പറയാറിന്റെ തീരത്തെ പച്ചപ്പിന് ചുറ്റുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ IT ഓഫീസ് സമുച്ചയം. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസെറ്റ് ഹെലിപാഡ് തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. 3200 കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് അടക്കം 3 നിലകളിലായി 4500 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. വികസനത്തിന് ഭരണപ്രതിപക്ഷമില്ലാതെ കൈകോർക്കാമെന്ന് ലുലു ട്വിൻ ടവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം എന്നത് ഗവൺമെന്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല. നമ്മുടെ നാടിന് വികസനം ഉണ്ടായേ തീരും. ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക, പിന്തുണ നൽകുക. ബംഗളൂരു, ഹൈദരാബാദ് എന്നീ IT നഗരങ്ങളിലേക്ക് സംസ്ഥാനത്തെ IT പ്രൊഫഷണലുകൾ ചേക്കേറുന്നതിന് ട്വിൻ ടവർ ബദലാകും. സംസ്ഥാനത്തിന്റെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ കൂടി വികസനത്തിന്റെ മുഖമാകും ട്വിൻ ടവർ. സംസ്ഥാനത്തിന്റെ IT ഹബിലേക്ക് ട്വിൻ ടവർ കൂടി കടന്നുവരുന്നതോടെ വൻ അവസരങ്ങളുടെ വാതിലുകളാണ് തുറക്കുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 2-വിൽ 7000 പേർക്ക് തൊഴിലവസരം ലഭിക്കുന്ന പുതിയ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ലുലു ചെയർമാൻ MA യൂസഫ് അലി പ്രഖ്യാപിച്ചു. മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തന്റെയും കഴിവുമുള്ള യുവതി യുവാക്കളാണ്, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങുന്നത്. ലുലു ട്വിൻ ടവർ യാഥാർത്ഥ്യമായതോടെ കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്കും പുതിയ സംരംഭങ്ങൾക്ക് വഴി തുറക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ P രാജീവ്, GR അനിൽ, PK കുഞ്ഞാലിക്കുട്ടി, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിതിൻ അംബുജൻ, 24 കൊച്ചി.